നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ഒമാനും. കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ ദിശയും വേഗതയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. नमस्ते। जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में। തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതാനുള്ള VBG റാംജി ബില്ല് പാസാക്കി ലോക്സഭ. ബില്ല് പാസാക്കിയത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യം തള്ളി ബില്ല് സഭയിൽ വലിച്ചു കീറി പ്രതിപക്ഷം. SIRൽ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. നിവേദനം സമർപ്പിക്കാൻ കേരളത്തിന് നിർദ്ദേശം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. തിരിച്ചു കിട്ടാനുള്ളത് ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ. കരട് പട്ടിക ചൊവ്വാഴ്ച. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടൻ ദിലീപ്. കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞുവെന്നും അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തിയെന്നും ദിലീപ്. ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് ചാനലിന് ഇന്റർവ്യൂ നൽകിയെന്നും ദിലീപ്. ദിലീപിന് പാസ്പോർട്ട് വിട്ടു നൽകാൻ ഉത്തരവ്. കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി മാർട്ടിനെതിരെ കേസ്. കേന്ദ്രത്തിന് വഴങ്ങി സർക്കാർ. IFFKയിൽ കേന്ദ്രം വിലക്കിയ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. നടപടി ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയതിനെ തുടർന്ന്. കരൂർ ദുരന്തത്തിന് ശേഷം തമിഴ്നാട്ടിലെ ആദ്യ TVK പൊതുയോഗത്തിൽ DMKക്കെതിരെ ആഞ്ഞടിച്ച് നടൻ വിജയ്. പെരിയാറിന്റെ പേര് പറഞ്ഞ് കൊള്ളയടിക്കുന്ന ദുഷ്ടശക്തികളാണ് DMK എന്ന വിമർശനം. യോഗം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെ. ഇന്ത്യയും ഒമാനും സാമ്പത്തിക കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഒപ്പുവെച്ചത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രി ഒമാൻ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മസ്കറ്റിലെ അൽ ബറക്ക കൊട്ടാരത്തിലാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി മോദി നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ ദിശയും വേഗതയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज हम सब यहां भारत ओमान मैत्री पर्व भी मना रहे हैं। मैत्री यानी M से मैरीटाइम हेरिटेज, A से एस्पिरेशंस, I से इनोवेशन, T से ट्रस्ट एंड टेक्नोलॉजी, R से रिस्पेक्ट, I से इंक्लूसिव ग्रोथ, यानी ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസികൾ, നയതന്ത്രജ്ഞർ, ബിസിനസ് പ്രമുഖർ, സാംസ്കാരിക സംഘടനകൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. നമസ്തേ എന്ന് അഭിസംബോധന ചെയ്താണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. പ്രധാനമന്ത്രിക്ക് ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരവും സമ്മാനിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും.
नमस्ते। अहलन व सहलन। ये युवा जोश, आपकी एनर्जी, यहां का पूरा एटमॉस्फेयर चार्ज हो गया है। പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മറികടന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി തൊഴിൽ ഉറപ്പ് ബില്ല് ലോക്സഭ പാസാക്കി. ശബ്ദത്തോടുകൂടിയാണ് ബില്ല് പാസാക്കിയത്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് സർക്കാർ ബില്ല് പാസാക്കിയത്. അതേസമയം ബില്ല് വലിച്ചുകീറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ മേശയുടെ പുറത്ത് കയറിയും പ്രതിഷേധിച്ചു. VBG റാംജി തൊഴിലുറപ്പ് ബിൽ പാസാക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ തീരുമാനമെന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് സഭാ നടപടികൾ മുന്നോട്ട് പോയത്. ബില്ല് പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തപ്പോൾ പ്രതിപക്ഷ നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ശബ്ദ വോട്ടോടുകൂടി ബിൽ സഭ കടന്നത്. ബില്ലിലെ ചർച്ചയ്ക്ക് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മറുപടി പറയുമ്പോൾ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ബില്ല് കീറിയെറിഞ്ഞു. और मैंने कल सभी मान्य सदस्यों को पर्याप्त अवसर, पर्याप्त समय चर्चा के लिए दिया है. भारत के लोकतंत्र के अनुरूप भी नहीं है. माननीय मंत्री നടുത്തളത്തിലിറങ്ങി മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. ബില്ലിന്റെ പേരിനെയും ഉള്ളടക്കത്തെയും ഇന്ന് പുലർച്ചെ വരെ നീണ്ട ചർച്ചയിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. എന്നാൽ അതിനെല്ലാം വിശദമായ മന്ത്രിയുടെ മറുപടി വന്നു. നിലവിലുള്ള പദ്ധതി കൊണ്ട് മതിയായ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല. ഗ്രാമങ്ങളുടെ വികസനമായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യമെന്നും അത് നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രി വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് എന്നും തങ്ങളുടെ ഹൃദയത്തിലാണ് गांधी उल्लदेन्नुम मंत्री कूट्टिचेर्त्तु. पूज्य बापू के चरणों में प्रणाम करना चाहता हूं. बापू हमारी श्रद्धा है, बापू जी हमारे आदर्श है, बापू हमारी प्रेरणा है, बापू हमारा विश्वास है. രാജ്യസഭ കൂടി അംഗീകരിക്കുന്നതോടെ ബില്ലിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന നടപടിക്രമങ്ങൾ പൂർത്തിയാകും. തൊഴിൽ ദിനങ്ങൾ കൂടുമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധിക ഭാരത്തിന്റെ കാര്യത്തിൽ എന്തു നിലപാടുണ്ടാകും എന്നുള്ളതാണ് പ്രധാനം. മാത്രമല്ല ജോലികൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് കേന്ദ്രമാകുമ്പോൾ ഫെഡറൽ സംവിധാനത്തെയും ബാധിക്കുമോ എന്നതും ആശങ്കയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയതിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും പറഞ്ഞില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. സംസ്ഥാനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ 125 ദിവസത്തെ തൊഴിൽ എങ്ങനെയാണ് ഉറപ്പ് നൽകുക എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം വിവാദപരമായ സുപ്രധാന ബില്ലുകൾ അവസാന നിമിഷത്തിലേക്ക് എത്തിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ദോശ ചുട്ടെടുക്കുന്നത് പോലെയാണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന് ഗുണകരമാകുന്ന സാഹചര്യം ഒരുക്കാനാണ് ഇൻഷുറൻസ് മേഖലയിലെ ബില്ലും ആണവോർജ്ജ ബില്ലും ബില്ലുകൾ ബുൾഡോസിംഗ് ചെയ്ത് പാസാക്കിയെടുക്കാനാണ് ശ്രമിച്ചതെന്നും NK പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. തികച്ചും ഒരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് മൻരേഗ ബില്ലിനെ കാലഹരണപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ, ചർച്ചയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിനും യുക്തിസഹമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല, കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ നാമധേയം ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നിന്നും അതുപോലെ സ്കീമിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് ആധാരമായ യുക്തിസഹമായ കാരണം എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 5900 കോടി രൂപയാണ് കുറച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ അടക്കം കേന്ദ്ര തീരുമാനം ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനം സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാക്കുമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് പോവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഓരോ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കേന്ദ്രം പുറകോട്ട് മാറുകയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കവരുന്ന തരത്തിൽ, പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ ആൾക്ക് വരുമാനം കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വല്ലാതെ പരുങ്ങലിലാക്കുന്ന, ഈ നാട്ടിലെ ഉൾപ്പെടെ സാധാരണക്കാരുടെ തൊഴിലും വരുമാനവും ഇല്ലാതാക്കുന്ന അങ്ങേയറ്റത്തെ തെറ്റായ സാമ്പത്തിക നയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പിൻ്റെ കാര്യം വന്നേക്കുന്നത്. അതൊരു ചെറിയ കേരളത്തിലെ SIR തീയതി നീട്ടാൻ
തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. SIR-നെതിരായ ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറുപടി നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശമുണ്ട്. SIR-ൽ ഈ മാസം 30 വരെ സമയപരിധി നീട്ടണമെന്നായിരുന്നു സർക്കാർ ആവശ്യം. 25 ലക്ഷം പേരുകൾ ഒഴിവാക്കപ്പെട്ടെന്നും സർക്കാർ പറഞ്ഞു. തീയതി നീട്ടുന്നതിൽ തീരുമാനം കമ്മീഷന് വിടണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചതോടെയാണ് അപേക്ഷ നൽകാൻ നിർദ്ദേശിച്ചത്. നിവേദനങ്ങളിൽ അനുഭാവപൂർവ്വം തീരുമാനമെടുക്കാനും കമ്മീഷനോട് കോടതി പറഞ്ഞു. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയായി. ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് 6.49 ലക്ഷം. പിന്നെ അൺട്രേസബിൾ ആൾക്കാർ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പിന്നെ ആബ്സെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ 6.89 ലക്ഷം. പിന്നെ ഷിഫ്റ്റഡ് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കണക്ക് 8.21 ലക്ഷം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ 1.34 ലക്ഷം. പിന്നെ അതേഴ്സ് കാറ്റഗറി എന്നറിയപ്പെടുന്നതിൽ 1.86 ലക്ഷമാണ്. ഇത്ര ആൾക്കാരാണ് 24.81 ലക്ഷം അൺകളക്റ്റബിൾസ് ആയി വന്നിട്ടുള്ളത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. കാരണം കുറെ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ഉള്ള ആൾക്കാർ മറ്റേ ലിസ്റ്റിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ASD ലിസ്റ്റ് ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 23-ാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ ദിലീപ്. കോടതിയിൽ പറയാത്തത് പലതും ചാനലുകളിൽ പറഞ്ഞുവെന്ന് ദിലീപ് ആരോപിച്ചു. കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയും 8-ാം പ്രതിയായിരുന്ന ദിലീപ് നൽകിയ ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് ചാനലിൽ ഇന്റർവ്യൂ നൽകിയെന്നും ഇത്തരമൊരു സാക്ഷിയുണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് പറഞ്ഞു. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12-ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു. ദിലീപിന് പാസ്പോർട്ട് വിട്ടുകൊടുക്കാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. പുതിയ സിനിമയുടെ പ്രമോഷനായി വിദേശത്തേക്ക് പോകാൻ പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ അവസാനിച്ചുവെന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. കേസിൽ അപ്പീൽ പോകുന്നുണ്ടെന്നും അതിനാൽ പാസ്പോർട്ട് വിട്ടു നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കില്ലെന്ന വാദം അംഗീകരിച്ചാണ് പാസ്പോർട്ട് വിട്ടു നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടതോടെയാണ് ദിലീപിന്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. കേസിലെ 2-ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IT ആക്ട് പ്രകാരം തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ തുടർച്ചയായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. കേസുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലർ നിരന്തരം അപവാദ പ്രചരണം നടത്തിയതോടെ അതിജീവിത കഴിഞ്ഞ ദിവസം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതിവേഗ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശങ്ങൾ അടങ്ങുന്ന വീഡിയോ പ്രചരിപ്പിച്ച നടിയെ ആക്രമിച്ച കേസിലെ 2-ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ IT ആക്ട് 67, 72, 75 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അധിക്ഷേപം, അപകീർത്തിപ്പെടുത്തൽ, ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വിമൻ, റിവീലിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനെയുള്ള സെക്ഷൻസ് അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. തൃശൂർ സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോകളും അപവാദ പ്രചരണങ്ങളും ഒഴിവാക്കാൻ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട അതിജീവിതയും തൃശൂർ റേഞ്ച് DIGക്ക് പരാതി കൈമാറിയ ഇവരുടെ ബന്ധുവും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 27 വ്യക്തികൾക്കും കേസിൽ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് കാട്ടിയാണ് നോട്ടീസ്. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കുമെതിരെ കർശന മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി കേസിനെ അടിസ്ഥാനമാക്കി ശക്തമായ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന അപവാദ പ്രചരണത്തിൽ കർശന നടപടിയുമായി പോലീസ്. കേസിലെ 2ാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. IT ആക്ട് പ്രകാരം തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കിഫ്ബി കേസിൽ സർക്കാരിന് ആശ്വാസം. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഐസക്കിനും KM എബ്രഹാമിനും ആശ്വാസം. ED അഡ്ജുഡിക്കേഷൻ നോട്ടീസ് അയച്ചത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഫമ നിയമലംഘനത്തിനെതിരെ ED നൽകിയ റിപ്പോർട്ടിന്മേൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയിരിക്കുന്ന കാരണം കാണിക്കൽ നോട്ടീസും അതിന്റെ തുടർ നടപടികളും റദ്ദാക്കണമെന്നായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ EDക്കെതിരെ കിഫ്ബി നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയും മുൻ ധനമന്ത്രിയും കിഫ്ബി CEOയും നൽകിയിരിക്കുന്ന ഹർജിയിലും വ്യക്തമാക്കി. ഒടുവിൽ കേന്ദ്ര വിലക്കിന് വഴങ്ങി സർക്കാർ. IFFKയിൽ കേന്ദ്രം വിലക്കിയ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 സിനിമകളുടെ പ്രദർശനത്തിനാണ് നേരത്തെ വാർത്താവിതരണ മന്ത്രാലയം അനുമതി നിഷേധിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി 12 ചിത്രങ്ങളുടെ വിലക്ക് നീക്കിയിരുന്നു. എന്നാൽ 7 ചിത്രങ്ങളുടെ പ്രദർശന വിലക്ക് തുടരുകയായിരുന്നു. ചലച്ചിത്രമേളയിൽ ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ പ്രദർശിപ്പിക്കാനാകാത്തത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഒടുവിൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തി. കത്രിക വയ്ക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്നും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നിലപാട് തുടരാൻ ഇനി സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഓൾ ദാറ്റ് ലെഫ്റ്റ്സ് ഓഫ് യു, ക്ലാഷ്, യെസ്, ഫ്ലെയിംസ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, എ പോയറ്റ് എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം ചലച്ചിത്ര അക്കാദമിക്ക് കൈമാറി. ഇനി ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. P. ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയർ. കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായിരുന്ന ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. ഇന്ദിരയെ മേയറാക്കാൻ കണ്ണൂർ DCCയാണ് തീരുമാനിച്ചത്. ഇന്ദിരയ്ക്ക് പുറമെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലിന്റെ പേരും സജീവ പരിഗണനയിലുണ്ടായിരുന്നു. ഇത്തവണ കോർപ്പറേഷനിൽ മേയർ വനിതാ സംവരണമാണ്. K. സുധാകരനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. തീരുമാനിച്ചിട്ടുണ്ട്. ഏകകണ്ഠേനയുള്ള തീരുമാനമാണ്. തീരുമാനം അവിടെ ബോംബ് പൊട്ടിയത് ജയരാജൻ പറഞ്ഞ അത് ജയരാജന് പിന്നെ ബോംബും പടക്കമൊന്നും മനസ്സിലാവാത്തൊരു സാധനമാണ്. ചടക്കം പൊട്ടിയാലും ബോംബാന്ന് പറയും, ബോംബ് പൊട്ടിയാൽ ചടക്കാന്ന് പറയും. ഒരു പാട്ട് പാടുന്നതിന് കേസെടുക്കുക എന്ന് പറയുന്നത്. മേയറെ തിരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസിന് ചില നടപടിക്രമങ്ങളുണ്ടെന്നും മാധ്യമങ്ങൾ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൗൺസിലർമാരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് നീതിയുക്തമായാണ് മേയറെ തിരഞ്ഞെടുക്കുന്നത്. ജാതിമത സമവാക്യങ്ങൾ പരിശോധിച്ചാണ് പദവികൾ നൽകുന്നതെന്നും അർഹതപ്പെട്ടവരെ പരിഗണിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അത് ആകുന്നില്ല. അവരുടെ സത്യപ്രതിജ്ഞ പോലും 21-ാം തീയതിയല്ലേ. അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. മേയറെയും ചെയർമാനെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കാൻ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട്. അത് KPC പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിക്കും. ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു. അതിനുമുമ്പ് എങ്ങനെയാണ് ഞങ്ങൾ മേയറെ തിരഞ്ഞെടുക്കുന്നത്?
കൊച്ചി മേയർ സമുദായ അംഗമാകണമെന്ന നിർദ്ദേശവുമായി ലത്തീൻ സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നു. ജയിച്ചു വന്ന കൗൺസിലർമാരിൽ നിരവധി ലത്തീൻ സമുദായ അംഗങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചതെന്നും കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ അഭിപ്രായപ്പെട്ടു. മേയർ ലത്തീൻ സമുദായ അംഗമാകണമെന്നൊരു ആഗ്രഹം നേതാക്കളെ അറിയിച്ചതായി സംഘടനാ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് പറഞ്ഞു. ഒ സദാശിവൻ കോഴിക്കോട് മേയറാകും. ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി മേയറാകും. LDFന്റെ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് LDF നേതൃത്വം അറിയിച്ചു. രണ്ട് മുന്നണികളും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു. BJPയും UDFും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുവെന്നും നേതാക്കൾ ആരോപിച്ചു. പലയിടത്തും LDFന് വലിയ നേട്ടമുണ്ടായെന്നും നേതാക്കൾ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പലയിടത്തും ആത്മഹത്യാപരമായ നിലപാടുകൾ എടുത്തുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളുടെ മനസ്സിൽ LDFനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ NDA വന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം കേരളത്തിലെ ജനങ്ങൾക്ക് വിഷമകരമായ ഒരു കാര്യമാവേണ്ടതാണ്. കുറേ സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ട് വളരെ കുറഞ്ഞു. ഇത് കൊല്ലത്തും കാണാം. അതൊക്കെ കോൺഗ്രസ് ആത്മഹത്യാപരമായ നിലപാടെടുത്തു ഇല്ല എന്നുള്ളത് വേറെ നിൽക്കട്ടെ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് LDFന് ഒരു തിരിച്ചടി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് കരമന ജയൻ. കോർപ്പറേഷനിൽ നിന്ന് 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാനാണിത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് BJP കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിന്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത്. പുതിയ DMKക്കെതിരെ ആഞ്ഞടിച്ച് തമിഴകം വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ്. DMK ഒരു ദുഷ്ടശക്തിയെന്നും വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ട് തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും വിജയ് കുറ്റപ്പെടുത്തി. എന്നാൽ താൻ ജനങ്ങൾക്കൊപ്പമാണെന്നും ഒരിക്കലും വൃത്തികെട്ട രാഷ്ട്രീയം പ്രയോഗിക്കില്ലെന്നും വിജയ്. ഈറോഡിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരൂർ ദുരന്ത പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. കരൂർ ദുരന്തത്തിൽ 41 പേർ മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിൽ ആദ്യമായി സംഘടിപ്പിച്ച വമ്പൻ റാലിയിലാണ് ഭരണകക്ഷിയായ DMKയെ കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ് രംഗത്ത് വന്നത്. DMK ദുഷ്ടശക്തിയാണെന്നും തന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം പരിശുദ്ധ ശക്തി എന്നുമായിരുന്നു ഈ റോഡിൽ നടന്ന ചടങ്ങിൽ വിജയ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന പോരാട്ടം ഇവർ തമ്മിലായിരിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർക്കുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിലും നീറ്റ് പരീക്ഷാ വിവാദത്തിലും DMK സ്വീകരിച്ച നിലപാട് വിജയ് ചോദ്യം ചെയ്യുന്നു. DMKയും പ്രശ്നങ്ങളും ഫെവിക്കോൾ ഒട്ടിച്ചതുപോലെ വേർപെടുത്താൻ കഴിയാത്തതാണ് എന്നായിരുന്നു വിജയുടെ പരിഹാസം. ഈ റോഡിലെ വിജയമംഗലത്തായിരുന്നു കൂറ്റൻ റാലി നടന്നത്. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു. ഗർഭിണികൾ, കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരിക്കാനൊരുങ്ങുന്ന വിജയ് DMK BJP പാർട്ടികളെ തന്റെ പ്രധാന ശത്രുക്കളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിയമസഭാ പോരാട്ടത്തിനൊരുങ്ങുന്ന വിജയ്ക്ക് ഈ റോഡ് റാലി വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി 30-ാം തീയതി പരിഗണിക്കും. അതേസമയം കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജി പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റി. ദ്വാരപാലക ശില്പക്കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യഹർജിയിൽ വിധി പറയുന്നതാണ് 30-ാം തീയതിയിലേക്ക് മാറ്റിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യഹർജിയും അന്നേ ദിവസം കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടെ പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഈ മാസം 30 വരെ വീണ്ടും റിമാൻഡ് ചെയ്തു. കട്ടിളപ്പാള കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയതോടെ പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പത്മകുമാർ സമർപ്പിച്ച ജാമ്യഹർജി ജനുവരിയിലാണ് ഹൈക്കോടതി പരിഗണിക്കുക. തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം. എന്നാൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITക്ക് നൽകിയ മൊഴി പത്മകുമാറിന് എതിരായിരുന്നു.
തങ്ങൾ ഒപ്പിട്ട് പൂർത്തിയാക്കിയ മിനിറ്റ്സിലാണ് പത്മകുമാർ ചെമ്പെന്ന് എഴുതി ചേർത്തതെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയ മൊഴി. കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട ED സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. പ്രോസിക്യൂഷന്റെ എതിർപ്പ് കൂടെ പരിഗണിച്ചാകും കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെ അടിസ്ഥാനമാക്കിയുള്ള പാരഡി ഗാനം സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യും. വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് നടപടി. പാരഡി ഗാനം അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഗാനരചയിതാവ് അടക്കം 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെതിരെ ആയുധമാക്കാനുള്ള UDF നീക്കത്തിന് കരുത്ത് പകർന്നത് ഈ പാരഡി ഗാനമായിരുന്നു. പാർലമെന്റിന് മുന്നിൽ MP-മാർ ഈ പാട്ടുപാടി ശബരിമല ക്ഷേത്രത്തെയും അയ്യപ്പനെയും അപമാനിച്ചു എന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ആരോപണം. മല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
ശബരിമല സന്നിധാനത്ത് ദീപാരാധനയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കിന് ആവശ്യക്കാർ ഏറുകയാണ്. കാർഷിക കോളേജ് മണ്ണിശാസ്ത്ര വിഭാഗമാണ് ചോക്ക് നിർമ്മിക്കുന്നത്. PG ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം 4 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളച്ചോക്ക് നിർമ്മാണം തുടങ്ങിയത്. 25 ഗ്രാം തൂക്കമുള്ള വളച്ചോക്കുകൾക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആവശ്യക്കാർ ഏറി വരികയാണ്. പച്ചക്കറി വിളകൾ പരിപാലിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് 2 വീതം ചോക്കുകൾ വച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ ചോക്ക് വെച്ച് 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ വളച്ചോക്ക് മണ്ണിലേക്ക് ആഴ്ത്തി വെക്കേണ്ടത്. വീടുകളുടെ ടെറസിലും ഫ്ളാറ്റിലും നടത്തുന്ന പച്ചക്കറികൾക്കായാണ് ഇവ കൂടുതലായും കൊണ്ടുപോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, സിങ്ക് എന്നിവയടക്കം 11 മൂലകങ്ങൾ അടങ്ങിയ വളച്ചോക്കുകൾ 600 എണ്ണം വീതം 3 ദിവസം കൊണ്ട് സോയിൽ സയൻസ് ലാബിൽ നിർമ്മിച്ചു വരുന്നു. വളച്ചോക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കുന്നതായി കാർഷിക കോളേജിലെ സോയിൽ സയൻസ് വിഭാഗം പറഞ്ഞു. അപ്പൊ എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1 or 2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. പല ഫാമേഴ്സിനും ട്രയൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ചീര, പിന്നെ വെണ്ട, വഴുതിന, പിന്നെ നമ്മുടെ പടവലം, പാവല, ഇങ്ങനെ എല്ലാത്തിലും നമ്മളിത് വളച്ചോക്ക് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല രീതിയിലുള്ള വിളവ് വർധന കാണാൻ സാധിച്ചു. വളച്ചോക്ക് ഒന്നിന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, കാബേജ് തുടങ്ങി 10ലേറെ കൃഷികൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സ്റ്റിക്കുകളാണ് കർഷകർക്കായി വിതരണം ചെയ്തു വരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന് കൂട്ടായ പരിശ്രമം നടത്തുമെന്ന് LDF മേയർ സ്ഥാനാർത്ഥി ഒ സദാശിവൻ. അപ്രതീക്ഷിതമായി ലഭിച്ച പദവിയിൽ സന്തോഷമുണ്ടെന്നും സദാശിവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ ഒ സദാശിവനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തായാലും ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. എന്തായാലും കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും താങ്കൾ ഈ നഗരത്തിൻ്റെ പിതാവാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്രതീക്ഷിതമായിരുന്നില്ലേ ഇത്? തീർച്ചയായിട്ടും അപ്രതീക്ഷ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മുമ്പത്തെ പോലെയല്ല, പ്രത്യേകമായ സാഹചര്യം കോഴിക്കോട് കോർപ്പറേഷനകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. ഒരു കക്ഷിക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കക്ഷികളും ചേർന്ന് നിന്നുകൊണ്ട് ഭരിച്ചാൽ മാത്രമേ കോഴിക്കോട് കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങളാവട്ടെ, ജനങ്ങളെ ബാധിക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ഞാൻ. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും വിവിധ കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. പരമാവധി അതിനു വേണ്ടിയുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. 2 തവണ കൗൺസിലർ ആയതാണ്. ആ ഒരു പരിചയസമ്പന്നതയുമായിട്ടാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് എത്രത്തോളം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കും? തീർച്ചയായും. 2 തവണ ഞാൻ 10 വർഷം 2 തവണയായിട്ട് കൗൺസിലറായിട്ടുണ്ട്. ധനകാര്യ കമ്മിറ്റിയിലായിരുന്നു 2 തവണയും പ്രവർത്തിച്ചത്. ആ 2 തവണയും ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, കൗൺസിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു ബന്ധം, ആത്മബന്ധം അക്കാലങ്ങളിലുള്ള കൗൺസിലർമാരുമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒക്കെ ഇടപെടുന്നതിനും എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള വലിയ ശ്രമം ഏത് കാലത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം ഞാനത് ചെയ്തിട്ടും ഉണ്ട്. തുടർന്നും അതെനിക്കൊരു അനുഭവമാണ്, മുന്നോട്ട് പോകാനുള്ളൊരു കരുത്താണ്. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം തുടർന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, പ്രധാനമായും അവിടുത്തെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുണ്ട്. മലിനജലം കെട്ടിക്കിടക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം മാവൂർ റോഡിലൊക്കെ ഒരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പൂർണ്ണമായും ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റുന്നതാണ്. പക്ഷേ ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകളും അത് മാറണം, അങ്ങോട്ട് മാറണം, അവിടെ വാഹന സൗകര്യം, ഗതാഗത സൗകര്യം കുറച്ചും കൂടി സുഗമമാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരു വിഭാഗം അതിൽ വിഘടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ പറഞ്ഞ പോലെ 2-3 പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് പച്ചക്കറി പാളയത്തെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ അകത്ത് പണ്ട് കാലത്തെല്ലാം ഒരുമിച്ച് നിന്ന് കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഈ പദ്ധതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെന്നറിയില്ല, പിന്നീട് അക്കാര്യത്തിൽ ഒരു എതിരഭിപ്രായം രൂപപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ തലത്തിലൊക്കെ ചർച്ചകൾ നടത്തി.
ആ ചർച്ചയിൽ തൊഴിലാളികൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എല്ലാ വിഭാഗത്തെയും ഇരുത്തിക്കൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതൊരു യാഥാർത്ഥ്യ, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി എന്താണോ അതിന് പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും ഒരു വിശദമായ ആലോചനയിലൂടെ, ഏതായിരുന്നാലും ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു, പച്ചക്കറി മാർക്കറ്റ് നല്ല സൗകര്യത്തോടു കൂടെ ആ തിരക്കിൽ നിന്ന് മാറി അല്പം അകലേക്ക് വേണമെന്നുള്ള കാര്യത്തിൽ യോജിപ്പുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന തൊഴിലാളികളുടെയും ഷോപ്പുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇനി എന്താണോ എന്നുള്ളത് നോക്കി ഒന്നുകൂടെ ചർച്ച ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു പരിഹാരത്തിന് കാണണം. അത് ആ കാര്യത്തിൽ മാത്രമല്ല, മറ്റേതൊരു കാര്യത്തിലാണോ പ്രതിസന്ധി നിലനിൽക്കുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ഒരു മുൻകൈ, ഒരു സമവായത്തിൻ്റെ ഒരു മുൻകൈ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം സമരങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. കാരണം അത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനിയും ഇപ്പോൾ UDFൻ്റെ സമരപരിപാടികളും അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതൊക്കെ എങ്ങനെയാണ് ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും? അവരെ കൂട്ടി ഈ വികസന പദ്ധതിയുടെ ഭാഗമാക്കുമോ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷൻ ഉണ്ടോ? അത് ചില കാര്യങ്ങളിൽ നിലപാടിൻ്റെ പ്രശ്നമുണ്ട്. ചിലത് ശരിയാണ്, ആ ശരിയാണെന്നുള്ള എല്ലാവർക്കും അംഗീകരിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന് ആവശ്യമാണ് സിവറേജ് പദ്ധതിയുടേതാവട്ടെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ശരിയായ വണ്ണം അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാൻ പരിശ്രമങ്ങൾ ഒരുപാട് നടന്നു. പക്ഷേ എന്തെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അതിൽ ഈ കോർപ്പറേഷൻ്റെ പൊതുവായ വികസനത്തിനപ്പുറത്ത് ചില രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് അതിനെ കണ്ടുപോകുന്നൊരു സംശയമുണ്ട്. അതല്ലെങ്കിൽ നഗരത്തിൻ്റെ താല്പര്യം മാത്രം കാണുകയാണെങ്കിൽ ഇക്കാര്യത്തിലൊക്കെ നേരത്തെ യോജിപ്പുണ്ടാവേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാതെ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇനിയും തുടരാൻ തന്നെയാണ് ഉദ്ദേശം. കാരണം നാടിനിതെല്ലാം വേണമല്ലോ. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.